ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇരുന്നൂറ് ചൈനീസ് ടെക് കമ്പനികളെ നിരോധിക്കാൻ പദ്ധതിയിട്ട അമേരിക്ക. നിയന്ത്രണങ്ങൾക്കെതിരെ തിരിച്ചടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ചൈന. ചൈനയിലേക്കുള്ള ചിപ്പ് കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ട് 200 കമ്പനികളെ നിരോധിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. അർദ്ധചാലക സാങ്കേതിക വിദ്യയെ ചൊല്ലി യുഎസും ചൈനയും തമ്മിൽ പിരിമുറുക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം. പുതിയ യുഎസ് കയറ്റുമതി നിയന്ത്രണങ്ങൾക്കെതിരെ തിരിച്ചടിക്കുമെന്ന് ചൈനയും ഭീഷണിപ്പെടുത്തി. ഇത് ആഗോള വ്യാപാര സംവിധാനത്തെ തടസ്സപ്പെടുത്തുമെന്നും വ്യാവസായിക സുരക്ഷ ഇല്ലാതാക്കുമെന്നും അർദ്ധചാലക വ്യവസായത്തിലെ സഹകരണത്തിന് കോട്ടം വരുത്തുമെന്നും ചൈന പ്രതികരിച്ചു. നിയന്ത്രണങ്ങളിൽ അർദ്ധചാലക ഉപകരണങ്ങളുടെയും AI മെമ്മറി ചിപ്പുകളുടെയും നിയന്ത്രണങ്ങൾ ഉൾപ്പെടും. ചൈനയ്ക്കുമേൽ അധിക താരിഫ് ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രതികരണം വ്യാപാര യുദ്ധത്തിന് കാരണമാകുമെന്നും വിലയിരുത്തലുണ്ട്. ചൈനയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും നിലവിലുള്ള താരിഫുകളേക്കാൾ 10% അധിക ചുങ്കം ഭരണകൂടം ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ ഗുജറാത്തിലെ 90 വയസ്സുകാരന് 1 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടു. CBI ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ 5 പ്രതികളെ സൂറത്ത് ക്രൈംബ്രാഞ്ച് പിടികൂടി. ഗുജറാത്തിലെ സൂറത്തിൽ 90-കാരന് ജീവിത സമ്പാദ്യമായ 1 കോടിയിലധികം രൂപയാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് വഴി നഷ്ടമായത്. മയക്കുമരുന്ന് കടത്തലിലും കള്ളപ്പണം വെളുപ്പിക്കൽ റാക്കറ്റിലും പങ്കുണ്ടെന്നാരോപിച്ച് CBI ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന തട്ടിപ്പിനിരയാക്കുകയായിരുന്നു. ചൈനയിൽ പ്രവർത്തിക്കുന്ന സംഘം വാട്സ്ആപ്പ് കോളിലൂടെയാണ് തട്ടിപ്പിനിരയാക്കിയത്. പിന്നീട് തട്ടിപ്പിനെ കുറിച്ചറിഞ്ഞ ഇരയുടെ കുടുംബം സൂറത്ത് സൈബർ സെല്ലിൽ കേസ് നൽകുകയായിരുന്നു. തുടർന്ന് 5 പ്രതികളെ സൂറത്ത് ക്രൈംബ്രാഞ്ച് പിടികൂടിയതായി റിപ്പോർട്ടുണ്ട്. 46 ഡെബിറ്റ് കാർഡുകൾ, 23 ചെക്ക് ബുക്കുകൾ, 9 മൊബൈൽ ഫോണുകൾ, 28 സിം കാർഡുകൾ എന്നിവ സംഘത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി. സംഘത്തിലെ സൂത്രധാരനായ പാർത്ത് ഗോപാനി ഒളിവിലാണ്. കംബോഡിയയിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇയാളെ കണ്ടെത്താനായി പോലീസ് രേഖാചിത്രം പുറത്തുവിട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ പ്രാരംഭഘട്ടത്തിൽ 3 പേർക്ക് ഒരേ സമയം തങ്ങാനാകുമെന്ന ISRO. ബഹിരാകാശത്ത് ഇന്ത്യക്കും സ്വന്തമായി ഒരു താവളമെന്ന നിലയിലാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഒരുങ്ങുന്നത്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2035 പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ പരീക്ഷണങ്ങൾക്കും ഗവേഷണത്തിനുമായാണ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. നിലയത്തിന് ഉൾക്കൊള്ളാനാവുന്നവരുടെ എണ്ണം പ്രാരംഭഘട്ടത്തിൽ 3 പിന്നീട് 6 വർദ്ധിപ്പിക്കും. ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ നടന്ന കന്നഡ ടെക്നിക്കൽ സെമിനാറിലാണ് പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ISRO പുറത്തുവിട്ടത്. ബഹിരാകാശത്ത് സുസ്ഥിരമായ വാസസ്ഥലം സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം സെമിനാറിൽ ISRO ചൂണ്ടിക്കാട്ടി. നാസയടക്കമുള്ള രാജ്യാന്തര ബഹിരാകാശ നിലയത്തിനും ചൈനീസ് ബഹിരാകാശ നിലയത്തിനും വെല്ലുവിളിയാകുന്ന ബഹിരാകാശ നിലയം സൃഷ്ടിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ബാസ് 1 എന്ന ആദ്യ മൊഡ്യൂൾ 2028 ISRO വിക്ഷേപിക്കുമെന്നാണ് സൂചന. 52 ടണ്ണോളം ഭാരമുള്ള മൊഡ്യൂൾ 1-ൽ ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങളും ക്രൂവിന് താമസിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ടാകും. ആളില്ലാതെ വിക്ഷേപിക്കുന്ന ഈ മൊഡ്യൂൾ പരീക്ഷണഘട്ടത്തിന് ശേഷം മനുഷ്യവാസത്തിന് ഉപയോഗിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ഓസ്ട്രേലിയൻ നിയമത്തിനെതിരെ പ്രതിഷേധവുമായി ടെക് കമ്പനികൾ. നിയമം പാർലമെന്റ് തിടുക്കപ്പെട്ടെടുത്തതായും കമ്പനികൾ വിമർശിച്ചു. കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനത്തിന് ഓസ്ട്രേലിയ വ്യാഴാഴ്ച അംഗീകാരം നൽകിയതോടെയാണ് പ്രതിഷേധം. സോഷ്യൽ മീഡിയയുടെ മോശവശങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുകയാണ് നിയമം ലക്ഷ്യമിടുന്നത്. പുതിയ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്തവർ ആപ്പിൽ ലോഗിൻ ചെയ്യുന്നത് തടഞ്ഞില്ലെങ്കിൽ ടെക് കമ്പനികൾക്കെതിരെ $49.5 മില്യൺ വരെ പിഴ ചുമത്തിയേക്കും. ഇതേ തുടർന്ന് ടെക് കമ്പനികൾ നിയമത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയായിരുന്നു. സർക്കാർ നിയമത്തെക്കുറിച്ച് മാസങ്ങൾക്ക് മുന്നേ ടെക് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും സെലക്ട് കമ്മിറ്റിക്ക് അയക്കുകയും പാസാക്കുകയുമായിരുന്നു. US ആസ്ഥാനമായ ടെക് കമ്പനികൾ വർഷങ്ങളായി ഓസ്ട്രേലിയയുമായി തർക്കത്തിലാണ്. നിയമം പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് സർക്കാരിന് വിശദീകരിക്കാൻ കഴിയുന്നില്ലെന്ന് സോഷ്യൽ മീഡിയ കമ്പനികൾ വിമർശിച്ചു. നിരോധനം ഇന്റർനെറ്റിന്റെ മോശം വശങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് സാധ്യതയുണ്ടെന്ന് ടിക്ടോക്ക് പ്രതികരിച്ചു. നിയമത്തെ ഗൂഢാലോചനയുടെ ഫലമെന്ന് മെറ്റയും വിമർശിച്ചു. 2025 നവംബറോടെ പ്രാബല്യത്തിൽ വരുന്ന നിരോധനത്തിന്റെ ട്രയൽ ജനുവരിയിൽ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
2023 ഓപ്പൺ AI CEO സാം ആൾട്ട്മാന്റെ ശമ്പളം $76,001 എന്ന റിപ്പോർട്ട്. ഇത് മറ്റ് ഓപ്പൺ AI എക്സിക്യൂട്ടീവുകളേക്കാൾ കുറവാണ്. മുൻ വർഷം സാം ആൾട്ട്മാന്റെ ശമ്പളം $73,546 ആയിരുന്നു. $2 ബില്യൺ ആസ്തിയുണ്ടായിരുന്നിട്ടും ഓപ്പൺ എയിൽ ആൾട്ട്മാൻ ഇക്വിറ്റിയൊന്നും അവകാശപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ലാഭേച്ഛയില്ലാതെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കമ്പനി മാറാൻ സാധ്യതയുള്ളതിനാൽ കമ്പനി അദ്ദേഹത്തിന് ഓഹരി വാഗ്ദാനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. മറ്റ് ഓപ്പൺ AI എക്സിക്യൂട്ടീവുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആൾട്ട്മാന്റെ ശമ്പളം കുറവാണ്. ഇത് അദ്ദേഹത്തിന്റെ മിനിമലിസ്റ്റ് സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. ഓപ്പൺ എയുടെ ലാഭേച്ഛയില്ലാത്ത ആസ്തികൾ $21 മില്യൺ കൂടുതലായി ലിസ്റ്റ് ചെയ്തിരുന്നു. AI വികസനം വർദ്ധിപ്പിക്കുന്നതിനായി ഒക്ടോബറിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ $6.6 ബില്യൺ സമാഹരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.